വെൽക്കം ബാക്ക് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോകാം. ഇന്ന് വൺ ഡേ ട്രിപ്പ് പോകുന്നത് രാജ്ഗീറിലേക്കാണ്. രാജ്ഗീർ ദാനാപൂരിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ദാനാപൂരിലാണ്. ദാനാപൂരിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട് രാജ്ഗീർ വരെ. രാജ്ഗീറിൽ ആദ്യമായി നമ്മൾ പോകുന്ന ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയായ നളന്ദയിലേക്കാണ്. നളന്ദയിലേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പം നമുക്കവിടെ നളന്ദ രാജ്ഗീറിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം കാണാം എന്നും പറഞ്ഞാൽ പോകുന്നത്. പക്ഷേ കാലാവസ്ഥ കുറച്ച് മഴയുടെ ഇതാണ്. ഇവിടത്തെ ഗ്ലാസ് ബ്രിഡ്ജും ഇതുമൊക്കെ അടവായിരിക്കും. ഇപ്പം നമ്മൾ നളന്ദയിലെത്തി. അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ്. കുറച്ച് കച്ചവടങ്ങളും ഇതൊക്കെ ഉണ്ട്. ഭയങ്കര വിലയാണ് കേട്ടോ ഈ മാർക്കറ്റിലൊക്കെ. കാര്യം കൂടുതലും ടൂറിസ്റ്റുകാരൊക്കെ വരുന്നതായതുകൊണ്ട്. ഇത് നളന്ദയുടെ എൻട്രൻസ് ആണ്. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. ഞങ്ങൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല, ഫ്രീ ആണ്. പിന്നെ അകത്ത് കയറിയിട്ട് കയറുമ്പോൾ ഉള്ള കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഇത് നളന്ദ യൂണിവേഴ്സിറ്റിയുടെ തുടക്കത്തിലുള്ള ആ ഒരു എൻട്രൻസിലുള്ള ഇതുപോലുള്ള ഓരോരോ കെട്ടിടങ്ങളിൽ ഓരോരോ നമ്പേഴ്സ് ഇങ്ങനെ ഇട്ടിട്ടാണ് അവിടെ ഓരോ ബിൽഡിങ്ങുകൾ ഉള്ളത്. പഴയ ലോകത്തിലെ ആദ്യത്തെ തന്നെ അന്താരാഷ്ട്ര റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയായ നളന്ദയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പണ്ട് കാലത്ത് കൊറിയ, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് 10,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. 1193 ഈ ഇത് ബക്തിയാർ ഖിൽജി നശിപ്പിക്കുന്നത് വരെ ഇത് ഇവിടെ ഇങ്ങനെ ഒരുപാട് പുറത്തു നിന്നൊക്കെ ഉള്ള കുട്ടികളൊക്കെ വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അവിടെ 9 നിലകളിലായിട്ട് ഇവിടെ ഇങ്ങനെ അതിൻ്റെ 9 നിലകളിലായിട്ടുള്ള ഒരു ഗ്രന്ഥശാല ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ 3 ലക്ഷത്തിൽ പരം പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നും ആദ്യം ഇവർ ഈ ഗ്രന്ഥശാലയാണ് തീയിട്ട് നശിപ്പിച്ചു എന്ന് പറയപ്പെടുന്നത്. ആ ഗ്രന്ഥശാല തീയിട്ട് നശിപ്പിച്ചപ്പോൾ അതിൽ ഉണ്ടായിരുന്ന 3 മാസത്തോളം ഈ ഇവിടുത്തെ ആ ഗ്രന്ഥശാല നിന്ന് കത്തിയ എന്നാണ് പറയുന്നത്. ഇത് പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകാർ പുനഃസ്ഥാപിച്ചെടുത്ത ഒരു നളന്ദയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴാണെങ്കിലും ഇവിടുത്തെ അന്തരീക്ഷത്തിൽ എന്തോ ഒരു മൂകത പോലെയാണ്. കാര്യം ഇവിടെ പഠിച്ച അന്ന് 10,000-ത്തിൽ പരം വരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ 2,000-തോളം അധ്യാപകരൊക്കെ ഇവിടെ അന്നത്തെ ആ ഒരു ഇതിൽ മരിച്ചുപോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തോ ഒരു മൂകത എനിക്ക് മാത്രമാണോ ഫീൽ ചെയ്യുന്ന അറിയത്തില്ല. എന്തോ ഒരു മൂകത എനിക്ക് അവിടെ ചെന്നപ്പം പോയി. അകത്ത് കയറുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇഷ്ടികകൾ അടുക്കി വെച്ചിരിക്കുന്ന ഓരോ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ അകത്തോട്ട് ചെല്ലുന്നോറും നമുക്കിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ നമ്പേഴ്സ് ഇട്ട് ഓരോരോ ബിൽഡിങ്ങുകളുണ്ട്. അതിൽ നിങ്ങൾക്കിതെല്ലാം അവിടെ ചെന്ന് നളന്ദ യൂണിവേഴ്സിറ്റി കാണാൻ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗൈഡ്സ് ഉണ്ടാകും. അവർ മൊത്തത്തിലുള്ള സ്റ്റോറികളൊക്കെ പറഞ്ഞുതരും. പല തരത്തിലുള്ള സ്റ്റോറികളാണ് ഇവിടെ പറയപ്പെടുന്നത്. ചിലർ പറയുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനെയും അങ്ങനെ ഉള്ള അധ്യാപകരെയൊക്കെ ഇവിടെ തന്നെ അടക്കിയിരിക്കുന്നതാണായിട്ടാണ് പറയപ്പെടുന്നത്. അല്ലാത്തവർ പറയുന്നുണ്ട് അങ്ങനല്ല, അത് വീണ്ടും ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകാർ ഇതെടുത്തപ്പോൾ അങ്ങനെ പുതിയ ബിൽഡിങ്ങിൻ്റെ രൂപകൽപ്പന ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്തതാണെന്ന് പറയുന്നുണ്ട്. പലതരത്തിലുള്ള ഇതുകളും പറയുന്നുണ്ട്. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവിടെ പറയുന്ന ഓരോരോ അവിടെ മരണപ്പെട്ടു പോയിട്ടുള്ളവരെ അടക്കം ചെയ്തിരിക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. കൂടുതലും ഇവിടെ ബുദ്ധമതം, അതുപോലെ തന്നെ ലാംഗ്വേജുകൾ, അതിൻ്റെ ഗ്രാമറുകൾ, മെഡിസിന്, മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി അങ്ങനെയൊക്കെയായിരുന്നു ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ. പിന്നെ ചാണക്യ അറിയാലോ, മാത്തമാറ്റിക്സിൻ്റെ ഇത് തന്നെ ഇവിടെ ബീഹാറിൽ നിന്നുള്ള ഇത്. അപ്പം ആര്യഭട്ടിൻ്റെ ഇത് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 10,000-ത്തിൽ പരം വിദ്യാർത്ഥികൾ, 2,000-ത്തിലധികം അധ്യാപകർ. പിന്നെ ഈ ആദ്യമായിട്ട് എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നതും ഈ യൂണിവേഴ്സിറ്റിയിലാണെന്നാണ് പറയപ്പെടുന്നത്. ആദ്യമായിട്ട് ഇവിടെ എൻട്രൻസ് എക്സാം നടത്തിയായിരുന്നു ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്.
അന്നത്തെ കാലത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരാണെങ്കിൽ തന്നെ വിദ്യാർത്ഥി ഇത് തന്നെ ഇതിപ്പം ശ്രീലങ്കയിൽ നിന്നുള്ള ആൾക്കാരാണ് നിങ്ങളീ കാണുന്നത്. അവർ അതിനെക്കുറിച്ച് മറ്റേ നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ഓരോരോ ഇതുകളാണ് പറയുന്നത്. അപ്പം ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ അടച്ചുറപ്പ് ഇങ്ങനെ ഇല്ലാത്തതെന്ന് വെച്ചാൽ അടഞ്ഞ ക്ലാസ്സിലല്ലേ നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ അത് തുറന്ന യൂണിവേഴ്സിറ്റി. ഇതിപ്പോൾ ഇവിടെ താമസിച്ച് റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു ഞാൻ പറഞ്ഞ നേരത്തെ വീഡിയോയിൽ. അതുപോലെ ഇവിടെ താമസിച്ചിട്ടായിരുന്നു അവർ പഠിപ്പിക്കുന്നത്. ഏത് വിഷയത്തിനെക്കുറിച്ച് അവരങ്ങോട്ട് സംവാദങ്ങൾ വഴി ആയിരുന്നു ക്ലാസ് എടുത്താണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. കാണുന്ന കിണർ ഇവിടെ ജലസ്രോതസ് എന്ന് പറയപ്പെടുന്നത്. അവിടെ നിന്ന് ക്ലാസ്സുകൾ എടുക്കും. ഒരു ഉയർന്ന പടവിലിങ്ങനെ ഗുരുക്കന്മാരിരുന്നിട്ട് അത് അവരെ കുട്ടികളൊക്കെ ഇരുന്ന് ആയിരുന്നു ഇവിടുത്തെ മൊണാസ്ട്രിയെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസുകളെ കുറിച്ചൊക്കെ അതിനകത്ത് എഴുതിയിരിക്കും. ഇത്രയൊക്കെ ഉള്ള നളന്ദ. പിന്നെ ഇവിടെ ഒരു പുതിയ യൂണിവേഴ്സിറ്റി ഇതിന് തൊട്ടടുത്തായിട്ട് ഉണ്ട്. ആ യൂണിവേഴ്സിറ്റി പിന്നെ വിദ്യാരണം ചെയ്യുന്നതിനായിട്ട് ആദ്യമായി മുൻകൈ എടുത്തത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയൊക്കെ ഉള്ള ഈ ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് കാഴ്ച ഒന്നുമില്ല. പഴയ ആ ഒരു കെട്ടിടത്തിന് വീണ്ടും ഒരു ഇത് ചെയ്തെടുത്ത് എല്ലാവർക്കും കാണാം. ഇന്നുണ്ടായിരുന്നു എങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള സ്റ്റുഡൻസിനൊക്കെ പുറത്ത് പോയി പഠിക്കേണ്ട ആവശ്യകത വരത്തില്ലായിരുന്നു. ഇന്ന് ഇവിടെ വന്ന് ഒരുപാട് നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കാം. ഇപ്പോൾ പുതിയ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയുള്ള ഇതുകളൊക്കെ ഉണ്ട്. ക്ലാസ്സസൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ വന്ന് പഠിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ആദ്യമായിട്ട് ബാക്ക് പാക്ക് ആയിട്ടുള്ള ഇത് നളന്ദ യൂണിവേഴ്സിറ്റി സന്ദർശിക്കുക. അതിനെക്കുറിച്ചിട്ട് ഒരു വലിയ പുസ്തകങ്ങൾ തന്നെ ഇറക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇത് പുറത്തോട്ടുള്ള നല്ല ഗാർഡൻ, നല്ല ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഇതാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് വൃക്ഷങ്ങൾ ഇത്രയും ചൂടാണല്ലോ. അവിടെ ചെല്ലുമ്പോൾ നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ല, അതുപോലെ തന്നെ ബുദ്ധൻ്റേതായിട്ടുള്ള ഒരുപാട് ഇതുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊന്നും ഒരു സാധനം മേടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര വിലയാണ് എല്ലാത്തിനും അവർ പറയുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അടുത്തൊരു യാത്രയിലേക്ക് കൂടെ. അപ്പോൾ ഇതുപോലുള്ള യാത്രകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള തുടർന്നുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പലതരത്തിലുള്ള തെറ്റുകൾ കാണുമായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. മുന്നോട്ടുള്ള ഒരുപാട് യാത്രകളും ഫുഡിനെ കുറിച്ചുള്ള വീഡിയോസും ഒക്കെ ഞാൻ ഇടുന്നത്. ഇത് നമ്മുടെ ഇവിടെ ഈ രാജ്ഗീറിലെ ഒരു പ്രധാനപ്പെട്ട മിഠായിയാണ്. ഇതിന് പറയുന്നത് കാജ മിഠായി എന്നാണ് പറയുന്നത്. മൈദ, ഡാൽഡ, നെയ്യ് അങ്ങനെയെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൈസ്, എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന ഒരു സൈസ് മിഠായിയാണ് അത്. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് കുറച്ച് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ബീഹാറിലെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. എൻ്റെ ലുക്കൊക്കെ കാരണം നമ്മൾ മലയാളികൾ അങ്ങനെ മേടിച്ചധികം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ കൊള്ളാൻ, നല്ല മിഠായിയാണെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഫേമസ് ഒരു ഡിഷാണ്. പുള്ളി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും നളന്ദയെ കുറിച്ചുള്ള വീഡിയോയും ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോകരുത്. ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു സോ മച്ച്. തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക.